നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ഇന്ന് ഒക്ടോബർ 3 വ്യാഴം, കന്നി 17. അണ്ടർ ന്യൂസിലേക്ക് കടക്കും മുമ്പ് ഈ രാത്രിയിൽ, കഴിഞ്ഞുപോയ രാത്രിയിൽ എന്താണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇസ്രയേലിൻ്റെ കനത്ത വ്യോമാക്രമണം ബെയ്റൂത്തിന് നേരെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. നിരവധി പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബോംബാക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഹിസ്ബുള്ളയ്ക്ക് നേരെ ലെബനനിൽ തുടരുകയും ചെയ്യുകയാണ്. ഇന്ന് ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. CPIയുടെയും CPIഎമ്മിൻ്റെയും ഒക്കെ നേതൃയോഗങ്ങൾ ഇന്ന് സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുന്നു. അതിനപ്പുറം ADGPക്ക് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ DGPയുടെ നിർണായക റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. ആ റിപ്പോർട്ടിന്മേൽ എന്താകും നടപടിയെന്ന ആകാംക്ഷയുമുണ്ട്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ. അണ്ടർ ന്യൂസിലാദ്യം പ്രധാന വാർത്തകൾ. ലോറിയുടമ മനാഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു കുടുംബം. അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ നിഷേധിച്ച് മനാഫ്. വിവാദങ്ങൾക്കിടെ ഇന്ന് മുക്കത്ത് സ്വീകരണ പരിപാടിയിൽ മനാഫ് പങ്കെടുക്കും. ADGP MR അജിത് കുമാറിനെതിരായ പരാതിയിൽ DGP അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ച് CPI. മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖവും ചർച്ചയായേക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. അഭിമുഖ വിവാദം ചർച്ചയായേക്കും. വിവാദത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് നിലപാട് വ്യക്തമാക്കിയേക്കും. വിവാദ അഭിമുഖത്തിലെ PR ഏജൻസിയുടെ പങ്ക് വിശദീകരിക്കാൻ കഴിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസും CPIഎമ്മും. ദ ഹിന്ദു പത്രത്തിന്റെ വിശദീകരണത്തോടെ വിവാദം അവസാനിക്കുമെന്നായിരുന്നു പാർട്ടിയുടെ കണക്കുകൂട്ടൽ. മുഖ്യമന്ത്രി പറയാത്ത കാര്യം അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയ ഏജൻസിക്കും പത്രത്തിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്നതിലും വ്യക്തതയില്ല. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടിയെടുക്കുമോ എന്ന് ഇന്നറിയാം. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിക്ക് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപിത നിലപാട്. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന്. തൃശൂർ പൂരം കലക്കലിലെ അന്വേഷണ റിപ്പോർട്ട്, മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിലെ PR ഇടപെടൽ എന്നിവ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായേക്കും. തൃശൂർ പൂര വിവാദത്തിൽ ഇന്ന് തുടരന്വേഷണം പ്രഖ്യാപിക്കാനും സാധ്യത. വിവാദ പരമ്പരകൾക്കിടെ നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ആദ്യ ദിനം സഭ പിരിയും. 9 ദിവസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ എല്ലാ രാഷ്ട്രീയ ആയുധങ്ങളും പ്രയോഗിക്കാൻ പ്രതിപക്ഷ നീക്കം. നിയമസഭാ സെക്രട്ടേറിയറ്റിനെതിരെയുള്ള ആരോപണത്തിൽ സ്പീക്കറുടെ മറുപടി കാത്ത് പ്രതിപക്ഷം. നക്ഷത്രചിഹ്നമിട്ട നോട്ടീസുകൾ നക്ഷത്രചിഹ്നമിടാത്ത ചോദ്യങ്ങളായി മാറ്റിയെന്ന ആരോപണത്തിലാണ് സ്പീക്കറുടെ മറുപടിക്കായി കാത്തിരിക്കുന്നത്. നിർണായക ചോദ്യങ്ങൾക്ക് നക്ഷത്രചിഹ്നം അനുവദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സഭ ചേരുമ്പോൾ ക്രമപ്രശ്നമായി വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷ തീരുമാനം. മുഖ്യമന്ത്രിയുമായുള്ള NCP നേതാക്കളുടെ നിർണായക കൂടിക്കാഴ്ച ഇന്ന്. AK ശശീന്ദ്രൻ, PC ചാക്കോ, തോമസ് കെ തോമസ് എന്നിവർ വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണും. AK ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് നേതാക്കൾ മുഖ്യമന്ത്രിയെ അറിയിക്കും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ടിൽ സ്വീകരിച്ച നടപടികൾ സർക്കാർ കോടതിയെ അറിയിക്കും. റിപ്പോർട്ടിലെ ലൈംഗികാരോപണങ്ങളിൽ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് നൽകുന്നതിനെതിരായ മകൾ ആശ ലോറൻസിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മൃതദേഹം വൈദ്യപഠനത്തിന് സ്വീകരിക്കാമെന്ന എറണാകുളം മെഡിക്കൽ കോളേജിന്റെ തീരുമാനത്തിനെതിരെയാണ് ഹർജി. നെഹ്റു ട്രോഫി വള്ളംകളി ഫലനിർണയത്തിലെ തർക്കത്തിൽ അപ്പീൽ ജൂറി ഇന്ന് യോഗം ചേരും. കളക്ടർ പങ്കെടുക്കുന്ന യോഗത്തിൽ പരാതി പരിശോധിക്കും. പരാതിക്കാരായ ക്ലബ്ബുകളെയും ചുണ്ടൻവള്ള സമിതിക്കാരെയും കേൾക്കും. ജഡ്ജസിനെയും വിളിച്ചുവരുത്തും. ഫൈനലിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. കോഴിക്കോട് വ്യാജ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ച സംഭവത്തിൽ പ്രതി ചേർത്തതിന് പിന്നാലെ ആശുപത്രി മാനേജർ ഒളിവിലെന്ന് സൂചന. കോട്ടക്കടവ് TMH ആശുപത്രി മാനേജർ മനോജ് പാലക്കൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയതായി വിവരം. കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഇയാളെ കേസിൽ പ്രതി ചേർത്തത്.
പൂനെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മലയാളി പൈലറ്റ് ഗിരീഷ് കെ പിള്ളയുടെ മൃതദേഹം ഇന്ന് ജന്മനാടായ കൊല്ലത്തെത്തിക്കും. രാവിലെ വിമാനമാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹം റോഡ് വഴി കൊല്ലം കുണ്ട്രയ്ക്ക് സമീപത്തുള്ള വീട്ടിലെത്തിക്കും. പൂനെ ബാദവൻ മേഖലയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണത് ഇന്നലെ രാവിലെ. സംസ്ഥാനത്തെ കാട്ടുപന്നി ശല്യം പരിഹരിക്കാൻ പ്രാദേശിക സ്ക്വാഡ് രൂപീകരിക്കുന്നത് ചർച്ച ചെയ്യാൻ വനംവകുപ്പ് ആസ്ഥാനത്ത് ഇന്ന് ഉന്നതതല യോഗം. കാട്ടുപന്നികളെ വെടിവെക്കാൻ വൈദഗ്ധ്യമുള്ളവരെ ഉൾപ്പെടുത്തി പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചിരുന്നു. തുടർ നടപടികൾ യോഗത്തിൽ ചർച്ചയാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. കേരള പത്രപ്രവർത്തക യൂണിയൻ 60ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം TJ വിനോദ് MLA നിർവഹിച്ചു. ടൈംസ് ഓഫ് ഇന്ത്യ കൊച്ചി എഡിഷനിലെ ഗിരീഷ് MP ഡിസൈൻ ചെയ്ത ലോഗോയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഗിരീഷ് MPക്കുള്ള ഉപഹാരം TJ വിനോദ് സമ്മാനിച്ചു. KUWJ പ്രസിഡന്റും സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാനുമായ R ഗോപകുമാർ അധ്യക്ഷനായി. ഈ മാസം 17 മുതൽ 19 വരെ എറണാകുളത്താണ് സംസ്ഥാന സമ്മേളനം. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് മായന്നൂർ, ചിറങ്കര, പഴയന്നൂർ ബസ് സ്റ്റാൻഡ്, തിരുവല്ലോമല, ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ലക്ഷ്മി നാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജും NSSും സോഷ്യൽ സർവീസ് ക്ലബ്ബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ബേക്കൽ കോട്ടയുടെ പ്രവർത്തന സമയം രാത്രി 9 വരെ നീട്ടണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുടങ്ങിക്കിടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ വൈകിട്ട് 7-ന് പുനരാരംഭിക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്തിയാൽ രാത്രിയിൽ ബേക്കൽ പരിസരം കൂടുതൽ സജീവമാകും. കാസർഗോഡ് പാലക്കുന്ന് ടൗൺ സൗന്ദര്യവൽക്കരിക്കുന്നു. ബേക്കൽ ടൂറിസത്തിന്റെ ഭാഗമായി ദിവസേന 100 കണക്കിന് സഞ്ചാരികളെത്തുന്ന പാലക്കുന്നിലാണ് ക്ലീൻ ആൻഡ് ബ്യൂട്ടി ഉദുമ പദ്ധതിയുടെ ഭാഗമായി സൗന്ദര്യവൽക്കരണ പദ്ധതികൾ നടപ്പാക്കുക. പൂന്തോട്ടങ്ങൾ, പാർക്കിംഗ് ക്രമീകരണം, ഇരിപ്പിടങ്ങൾ, അലങ്കാര വിളക്കുകൾ, കുടിവെള്ള സൗകര്യം, നിരീക്ഷണ ക്യാമറ എന്നിവ സജ്ജമാക്കും. കണ്ണൂരിൽ ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിലെ ചരിത്ര സ്മാരകമായ ചതുരക്കിണറിന് സംരക്ഷണ വേലി ഒരുക്കി. ഇരുമ്പ് നിർമ്മിതമായ വേലി ചിറക്കൽ കോവിലകം ദേവസ്വം അധികൃതർ നിർമ്മിച്ചു. സംരക്ഷണ വേലി വേണം എന്ന നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രി കാത്ത് ലാബിൽ ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ നടന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VP രാജേഷിന്റെ ഏകോപനത്തിൽ ഡോക്ടർ പ്രജീഷ് ജോൺ, ഡോക്ടർ AG ശ്രീജിത്ത്, ഡോക്ടർ നയീം എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ സെൽഫി പോയിന്റ് ഒരുക്കി വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് അംഗങ്ങൾ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിളാനദിയുടെ കാഴ്ച കൂടി ലഭിക്കുന്ന മനോഹരമായ സെൽഫി എടുക്കാവുന്ന വിധത്തിലാണ് സെൽഫി പോയിന്റ് ഒരുക്കിയത്. പുനർനിർമ്മാണത്തിനായി ആലപ്പുഴ വെള്ളാപ്പള്ളി പാലം ഇന്ന് പൊളിക്കും. പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. വർഷങ്ങളായി പാലം ശോച്യാവസ്ഥയിലായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ കൈ എന്ന പേരിൽ ഒരുക്കിയ ചിത്ര പ്രദർശനവും വിൽപ്പനയും ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാളിൽ ചോയ്സ് ഫൗണ്ടേഷൻ സ്ഥാപകൻ ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ റേച്ചൽ ഇഗ്നേഷ്യസ് അധ്യക്ഷത വഹിച്ചു. ഷാർജയിൽ നടന്ന വേൾഡ് മെന്റൽ സ്പോർട്സ് ഒളിമ്പിക്സ് ഓപ്പൺ റൗണ്ടിൽ ഐശ്വര്യ ലക്ഷ്മി RS 1ാം സ്ഥാനം നേടി. കൊച്ചി ദി ചോയ്സ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഐശ്വര്യ ലക്ഷ്മി. ഇന്ത്യയിൽ 2 ലക്ഷം സ്ത്രീകൾ വർഷം തോറും സ്തനാർബുദ ബാധിതരാകുന്നുവെന്ന് ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ. സ്തനാർബുദ ബോധവൽക്കരണ മാസാചരണത്തിന്റെ ഭാഗമായി കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പിങ്ക് സെഞ്ചുറി 100 ദിന സ്തനാർബുദ സൗജന്യ പരിശോധന ഡോക്ടർ VP ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ പ്രൊഫസർ ജിൻസി ജോൺ, ഇക്ബാൽ വലിയ വീട്ടിൽ, MO ജോൺ, ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത്, PV അഷ്റഫ്, ഇന്ദിരാഭായി, ലീലാമ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ അസിസ്റ്റഡ് റിയാലിറ്റി 5G ആംബുലൻസ് തൃശൂരിലെത്തി. അയ്യന്തൂരിലെ അമർ ജവാൻ പാർക്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തത്സമയം ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഈ ആംബുലൻസ് ഇന്ത്യയിലെ മെഡിക്കൽ അടിയന്തര സേവനങ്ങൾ വിപ്ലവകരമായി മാറ്റുമെന്ന് പ്രതീക്ഷ. കൊച്ചി മറൈൻ ഡ്രൈവിലെ മെഗാ ഓണം ട്രേഡ് ഫെയർ ഞായറാഴ്ച സമാപിക്കും. ഗുണാക്കേവും ജംഗിൾ സഫാരിയും ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് സന്ദർശകരെ ട്രേഡ് ഫെയറിലേക്ക് ആകർഷിക്കുന്നത്.
150-ലേറെ സ്റ്റോളുകളാണ് മേളയിലുള്ളത്. കർണാടക ബെൽഗാമിലെ മലയാളികളുടെ സംഘടനയായ കൈരളി കലാകേന്ദ്രയുടെ നേതൃത്വത്തിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. KPTCL ഹാളിൽ നടന്ന ഓണാഘോഷങ്ങൾ മലയാളത്തിന്റെ സാംസ്കാരിക സമ്പത്തിന്റെ പ്രതിഫലനമായി. കൊച്ചിയിലെ പ്രശസ്തമായ ഡെൻമാസ് കാറ്ററിംഗ് സദ്യ ഒരുക്കി. കേരൾ സുബി കെ ജോയി മുഖ്യാതിഥിയായി. കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്ത് 222 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇരുമ്പ് മേൽപ്പാലത്തിൽ വിള്ളലും കുഴിയും രൂപപ്പെട്ടു. അപകടാവസ്ഥയുണ്ടായതോടെ മേൽപ്പാലം പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചു. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണി വേണമെന്ന ആവശ്യം ശക്തം. ഓസ്ട്രേലിയയിൽ ക്ലെയ്ഡ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷങ്ങൾ നടന്നു. മുൻമന്ത്രി ജെയ്സൺ വുഡും MP ബ്രാഡ് ബാറ്റനും മുഖ്യാതിഥികളായി. വിഭവസമൃദ്ധമായ ഓണസദ്യയും കലാപരിപാടികളും ചെണ്ടമേളവും പുലികളിയും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഗാന്ധി ദർശനത്തിനെ പറ്റിയുള്ള വിഷയാവതരണം എറണാകുളം ജില്ലാ ഓഫീസർ K. ഹരികുമാർ നടത്തി. പ്രശസ്ത മോട്ടിവേഷൻ ലീഡർ ജോഷി ജോർജ്, മുളന്തുരുത്തി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് രതീഷ് ദിവാകരൻ, പഞ്ചായത്ത് മെമ്പർ ലിജോ ജോർജ്, കൽപ്പന റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി ജോയ് MP എന്നിവർ പങ്കെടുത്തു. പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ട്രെയിൻ മോഡൽ ശ്രദ്ധേയമാകുന്നു. ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ് വിദ്യാർത്ഥികളാണ് ട്രെയിൻ മോഡൽ നിർമ്മിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയായ സ്വച്ഛതാ ഹി സേവ 2024 പ്രചാരണത്തിന്റെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ നേതൃത്വത്തിലാണ് വേറിട്ട നിർമ്മിതി. മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള മഹാത്മജി പുരസ്കാരം 2024 കൊടിക്കുന്നിൽ സുരേഷ് MPക്ക്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. തിരുവനന്തപുരം ഭാരത് ഭവനിൽ നടന്ന ചടങ്ങിൽ മന്ത്രി OR കേളു പുരസ്കാരം സമ്മാനിച്ചു. വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി ജയന്തി ആഘോഷം നടന്നു. സ്കൂൾ മാനേജരും മുൻ നിയമസഭാ സ്പീക്കറുമായിരുന്ന തേറമ്പിൽ രാമകൃഷ്ണൻ, സ്കൂൾ PTA പ്രസിഡന്റ് V. ബാലൻ, പ്രിൻസിപ്പൽ പത്മജ TS, വിദ്യാർത്ഥികൾ എന്നിവർ സ്കൂളിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. പെരിഞ്ചേരി യൂണിയൻ ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ പുതിയ കെട്ടിടം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് അധ്യക്ഷയായി. നാട്ടിക നിയോജക മണ്ഡലം MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കേന്ദ്ര യുവജനകാര്യ സ്പോർട്സ് മന്ത്രാലയത്തിന്റെ സ്വച്ഛ് ഹി സേവ പദ്ധതിയുടെ ഭാഗമായി ശാസ്താംകോട്ട തടാക തീരം ശുചീകരിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പോരുവഴി അമ്പലഭാഗത്തും ജയാജ്യോതി VHSS നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും പങ്കാളിയായി. പൂജവെപ്പിനോടനുബന്ധിച്ച് ഒക്ടോബർ 11 സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ച നടപടി ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനാണെന്ന് NK പ്രേമചന്ദ്രൻ MPയുടെ വാദം വിചിത്രവും ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് അധ്യാപക പരിഷത്ത് PS ഗോപകുമാർ. ഇരുട്ടി വെളുക്കുമ്പോൾ മുന്നണി മാറുവാൻ പോലും മടിയില്ലാത്ത NK പ്രേമചന്ദ്രൻ MPയുടെ വർഗീയ താൽപര്യങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണെന്നും PS ഗോപകുമാർ. ലോകത്തിനു മുന്നിൽ പുതിയ സമരമാർഗം തുറന്നിട്ട സത്യാന്വേഷിയായിരുന്നു മഹാത്മാഗാന്ധിയെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. കൊല്ലം ബീച്ചിലെ ഗാന്ധി പാർക്കിൽ ജില്ലാ ഭരണകൂടവും ഗാന്ധി പീസ് ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടിക വിഭാഗ സംവരണത്തിലെ ഉപവർഗീകരണത്തിന് സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്ന സുപ്രീംകോടതി വിധി സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ നിരാകരിക്കുന്നതാണെന്ന് KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. കൊല്ലം ജില്ലാതല നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പുന്നല ശ്രീകുമാർ. NCC തിരുവനന്തപുരം ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛതാ അഭിയാൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സിനിമാ നടൻ ജോസ് കുര്യനും NCC തിരുവനന്തപുരം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ആനന്ദും ചേർന്ന് കേരൾ GV രാജ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ ക്യാമ്പയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിന്റെ 2023-24 വർഷത്തെ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത സംഘടനയ്ക്കുള്ള അവാർഡ് DYFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക്. സ്നേഹധമനി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഇതുവരെ 20,153 യൂണിറ്റ് രക്തം മെഡിക്കൽ കോളേജിന് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 11 വർഷമായി കോഴിക്കോട് ജില്ലയിൽ DYFI ആണ് പുരസ്കാരം സ്വന്തമാക്കുന്നത്.
ലഹരി വിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി താമരച്ചാൽ റാണി മാതാ കോൺവെന്റ് സ്കൂളിൽ വിദ്യാർത്ഥികൾ പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് സൈക്കിൾ റാലി നടത്തി. തടിയിട്ടപറമ്പ് എസ്.ഐ അബ്ദുൽ അസീസ് ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. ബി.ജെ.പി അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മണി കല്ലാറ്റ് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി നാഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധിയുടെ നേരവകാശികളായി സ്വയം പ്രഖ്യാപിക്കുന്ന കോൺഗ്രസുകാർക്ക് ഗാന്ധിജിയുടെ എന്ത് പാരമ്പര്യമാണ് അവകാശപ്പെടാനുള്ളതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ റാലി നടത്തി. വലിച്ചെറിയൽ ശീലത്തെ എന്ന സന്ദേശവുമായി നടന്ന റാലിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് അണിചേർന്നത്. എഴുത്തുകാരൻ അംബികാസുധൻ മങ്ങാട്, സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെടും. ഉണ്ണികുളം സെക്ഷൻ, തിരുവമ്പാടി, കൂമ്പാറ സെക്ഷൻ, ചേളന്നൂർ സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി മുടങ്ങുക. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 10-ന്. ബിരുദാനന്തര ബിരുദ ദന്തൽ കോഴ്സിൽ സംസ്ഥാനത്തെ കോളേജുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 6. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഫെലോഷിപ്പ് ഇൻ ഹെഡ് ആൻഡ് നെക്ക് സർജിക്കൽ ഓങ്കോളജി പ്രോഗ്രാമിൽ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ സിറ്റിംഗ് ശനിയാഴ്ച രാവിലെ 11-ന് ശാസ്തമംഗലത്തുള്ള കമ്മീഷൻ ഓഫീസ് കോർട്ട് ഹാളിലാണ് സിറ്റിംഗ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാന്റെ തിരുവനന്തപുരം സംസ്ഥാന കാര്യാലയത്തിൽ സിസ്റ്റം അനലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. ഹരിയാനയിൽ ഇന്ന് കലാശക്കൊട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രചാരണം ശക്തമാക്കി ബി.ജെ.പിയും കോൺഗ്രസും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവർ ഇന്ന് കോൺഗ്രസിനായി പ്രചാരണ രംഗത്തുണ്ടാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ബി.ജെ.പിയുടെ പ്രചാരണ പരിപാടികൾ. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സിനെ പരോക്ഷമായി വിമർശിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ലോകത്തിന് മുന്നിൽ പശ്ചിമബംഗാളിന്റെ പ്രതിച്ഛായ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ദുർഗാപൂജ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മമതാ ബാനർജി. തമിഴ്നാട്ടിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള മന്ത്രിമാരുടെ ആദ്യ യോഗം അടുത്ത ചൊവ്വാഴ്ച ചേരും. രാവിലെ 11 മണിക്കാണ് യോഗം. ഇതിനിടെ സംസ്ഥാനത്തെ പല പ്രധാന IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിലും മാറ്റം വരുത്തി. ജയിൽ മാനുവലുകൾ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്നത് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. കേരളത്തിലെ ജയിൽ ചട്ടം ഉൾപ്പെടെ ചോദ്യം ചെയ്ത് മഹാരാഷ്ട്ര സ്വദേശി സുകന്യ ശാന്ത നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വിധി പറയുക. ഇറാനിലും ഇസ്രയേലിലുമുള്ള ഇന്ത്യക്കാരെ ഉടൻ തിരികെ എത്തിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. ഇരു രാജ്യങ്ങളിലുമുള്ള ഇന്ത്യക്കാർ ഭീതിയിലാണ്. യുദ്ധസമാനമായ സാഹചര്യം ഒഴിവാക്കാൻ പ്രാർത്ഥിക്കുന്നതായും കെജ്രിവാൾ. അഗ്നിപഥ് പദ്ധതിയിൽ രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ആഗോളതലത്തിലെ പുതിയ സാഹചര്യത്തിൽ ചെറുപ്പക്കാരായ പട്ടാളക്കാരെ രാജ്യത്തിന് ആവശ്യമുണ്ട്. പല പ്രധാനപ്പെട്ട രാജ്യങ്ങളും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ്. ഒളിമ്പിക്സ് ഫൈനലിൽ അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെ തന്നോട് സംസാരിക്കാൻ പ്രധാനമന്ത്രി ഉപാധികൾ വെച്ചതായി വിനേഷ് ഫോഗട്ട്. ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ നൽകുമെന്ന് പറഞ്ഞു. താൻ സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്ന് അറിയിച്ചതായും വിനേഷ് ഫോഗട്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി ബി.ജെ.പി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെ മുതിർന്ന ബി.ജെ.പി. നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. തിരുപ്പതി തിരുമല ക്ഷേത്രം സന്ദർശിച്ച് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ 11 ദിവസത്തെ വ്രതത്തിനു ശേഷം കുടുംബത്തോടൊപ്പമാണ് ക്ഷേത്രത്തിലെത്തിയത്. തിരുപ്പതി ലഡു വിവാദത്തിന് പിന്നാലെയാണ് ക്ഷേത്ര സന്ദർശനം. അണ്ണാനഗറിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസ് CBIക്ക് വിട്ട് ചെന്നൈ ഹൈക്കോടതി. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരമാണ് നടപടി. കേസ് പിൻവലിക്കാൻ കുട്ടിയുടെ കുടുംബത്തെ പോലീസ് ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചിരുന്നു. ഇനി രാജ്യാന്തര വാർത്തകൾ.
പ്രളയക്കെടുതിയിൽ വലഞ്ഞ് നേപ്പാൾ. മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും മരണസംഖ്യ 241 ഏക്കർ കണക്കിന് കൃഷിനാശം റിപ്പോർട്ട് ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. 13 മരണം, 16 പേർക്ക് പരിക്കേറ്റു. 100ഓളം വീടുകൾ പൂർണ്ണമായി തകർന്നു. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിൽ. 2050ഓടെ ഇന്ത്യയും അമേരിക്കയും ചൈനയും സൂപ്പർ പവർ രാജ്യങ്ങളായി ഉയർന്നു വരുമെന്ന് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ. ദി സ്ട്രെയ്റ്റ്സ് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ടോണി ബ്ലെയറുടെ പ്രവചനം. കിഴക്കൻ യുക്രൈനിലെ പ്രധാന നഗരമായ വുഹ്ലെദാറിന്റെ പൂർണ്ണ നിയന്ത്രണം റഷ്യ പിടിച്ചെടുത്തു. വാർത്ത സ്ഥിരീകരിച്ച് യുക്രൈൻ സൈന്യം. ജപ്പാനിലെ മിയാസാക്കി വിമാനത്താവളത്തിലെ റൺവേയിൽ സ്ഫോടനം. ടാക്സിവേയുടെ ഒരു ഭാഗം തകർന്നു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഖത്തറിൽ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് ഇറാൻ പ്രസിഡന്റ് ദോഹയിലെത്തിയത്. ബിസിനസ് വാർത്തകളിലേക്ക്. ഉപയോക്താക്കൾക്കായി വീഡിയോ കോളിംഗ് ഫീച്ചറിൽ പുത്തൻ അപ്ഡേറ്റുമായി വാട്സാപ്പ്. വീഡിയോ കോളുകളിൽ ഫിൽട്ടർ, ബാക്ക്ഗ്രൗണ്ട് ഫീച്ചറുകൾ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുക. വീഡിയോ കോളിൽ പശ്ചാത്തലം മാറ്റാനുള്ള ഫീച്ചർ ഉപയോക്താക്കൾക്ക് കൂടുതൽ സ്വകാര്യത സൂക്ഷിക്കാൻ സഹായിക്കും. ജർമ്മനി, ഫ്രാൻസ്, സ്വീഡൻ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് ട്രെയിൻ ഓടിക്കുന്ന 5ാമത്തെ രാജ്യമാകാൻ ഇന്ത്യ. ഹൈഡ്രജൻ ഇന്ധനമായുള്ള ട്രെയിനിന്റെ ആദ്യ മാതൃക ഡിസംബറോടെ നോർത്തേൺ റെയിൽവേ സോണിന് കീഴിൽ ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് സെക്ഷനിൽ ഓടിത്തുടങ്ങും. മിഡ് റേഞ്ച് അഗ്നി സീരീസിലെ പുതിയ ഫോൺ പുറത്തിറക്കാൻ ഒരുങ്ങി പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ലാവ. ഫോണിൽ 5000 mAh ബാറ്ററിയും 66 വാട്ട് റാപ്പിഡ് ചാർജിംഗും ഉണ്ടാകും. ഫോണിന് 30,000 രൂപയിൽ താഴെയായിരിക്കും വില. പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടായി മോട്ടോറിന്റെ ആഗോള വിൽപ്പന 3.7% സെപ്റ്റംബറിൽ ഇടിഞ്ഞു. സെപ്റ്റംബറിൽ കമ്പനി വിറ്റഴിച്ചത് 3,43,824 യൂണിറ്റ്. കായിക വാർത്തകൾ. മുംബൈ സിറ്റി FC ബംഗളൂരു FC മത്സരം സമനിലയിൽ. ഇരു ടീമിനും ഗോൾ നേടാനായില്ല. സീസണിൽ അപരാജിത കുതിപ്പ് തുടരുന്ന ബംഗളൂരു 1ാം സ്ഥാനം നിലനിർത്തി. ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരം അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. നായകൻ ലയണൽ മെസ്സി ടീമിൽ തിരിച്ചെത്തി. പൗലോ ഡിബാല, ഗർനാച്ചോ എന്നിവരും ടീമിൽ. സസ്പെൻഷൻ മൂലം ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. വെനസ്വേല, ബൊളീവിയ ടീമുകൾക്കെതിരായാണ് ഈ മാസത്തെ അർജന്റീനയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ. പോളണ്ട് ഗോൾ കീപ്പർ വോയ്ഷെക് സ്റ്റെയിൻസിനെ ബാഴ്സലോണയിൽ പരിക്കേറ്റ ടെർ സ്റ്റേഗന് പകരമാണ് സ്റ്റെയിൻസിനെ എത്തിച്ചത്. വിരമിക്കൽ തീരുമാനം പിൻവലിച്ചാണ് പോളിഷ് ഗോൾ കീപ്പർ ബാഴ്സയിലെത്തിയത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന 2020 പരമ്പരകൾക്കുള്ള ഇംഗ്ലണ്ട് ടീമിനെ പ്രഖ്യാപിച്ചു. പരിക്ക് ഭേദമായി നായകൻ ജോസ് ബട്ട്ലർ ടീമിൽ തിരിച്ചെത്തി. നോക്കാം കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. അർദ്ധരാത്രി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം എറണാകുളത്ത് ആരംഭിച്ചു. മസ്കറ്റ് മൂവി മേക്കേഴ്സിന്റെയും ഔറ മൂവീസിന്റെയും ബാനറിൽ നിസാമുദ്ദീൻ നാസർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണിത്. വിഷ്ണു മഞ്ജുവിനെ പ്രധാന കഥാപാത്രമാക്കി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം കണ്ണപ്പ ഡിസംബറിൽ തിയേറ്ററുകളിലെത്തും. മോഹൻലാൽ, അക്ഷയ് കുമാർ, പ്രഭാസ് തുടങ്ങിയവർ സിനിമയിൽ അതിഥിവേഷത്തിലെത്തും. റജീസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സ്വർഗം എന്ന സിനിമയിലെ ആദ്യ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ ആനിയമ്മയായി എത്തുന്ന മഞ്ജു പിള്ളയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തുവന്നത്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിന്റെ നാഗർകോവിലിലെ സെറ്റിൽ ജോയിൻ ചെയ്ത് മമ്മൂട്ടി. ചിത്രത്തിലെ മറ്റൊരു പ്രധാന താരമായ വിനായകനൊപ്പമുള്ള ഫോട്ടോ മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു. മമ്മൂട്ടി ചിത്രം പാലേരി മാണിക്യം നാളെ റിലീസ് ചെയ്യും. ചിത്രം വീണ്ടും തിയേറ്ററിലെത്തുന്നത് റിലീസായി 15 വർഷങ്ങൾക്ക് ശേഷം. ഇനി ഫാക്ട് ചെക്ക്. ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിക്ക് വീണ്ടും പരിക്കേറ്റെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. വാർത്ത നിഷേധിച്ച മുഹമ്മദ് ഷമി പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്നും താൻ തിരിച്ചുവരാനുള്ള കഠിന പരിശ്രമത്തിലാണെന്നും ഷമിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ്. ലേറ്റസ്റ്റ് ന്യൂസ്. മണിപ്പൂരിൽ ഭൂചലനം 4.1 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. ഇൻഡോറിൽ മയക്കുമരുന്ന് വേട്ട. 2 ലക്ഷം രൂപ വിലമതിക്കുന്ന MDMA പിടികൂടി. ഒരാൾ അറസ്റ്റിൽ.
ലുധിയാനയിൽ വാഹനാപകടം, ഒരു മരണം, പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മധുരയിലെ ആഡംബര ഹോട്ടലുകൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണി. 4 ഹോട്ടലുകളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ഇമെയിൽ ലഭിച്ചത്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ല. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ബദിലാപൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ക്രൂരപീഡനം, പ്രതികളെ അറസ്റ്റ് ചെയ്ത് ക്രൈംബ്രാഞ്ച്. ഗോവയിൽ വൻ മയക്കുമരുന്ന് വേട്ട, 4.6 ലക്ഷം രൂപ വിലമതിക്കുന്ന MDMA പിടികൂടി, പ്രതികൾ അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ ഫാക്ടറിയിൽ തീപിടുത്തം, 3 പേർക്ക് ദാരുണാന്ത്യം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.